വെയ്റ്റ് ഡിറ്റർമിനേഷൻ ഓഫ് പോളിമർ മോളിക്യൂൾ അതിൽ ക്രയോസ്കോപ്പി എന്ന് പറഞ്ഞ ടെക്നിക്കാണ് പറയണത്. സോൾവെൻറ്റിലേക്ക് നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ സോൾവെൻറ്റിൻ്റെ ഫ്രീസിങ് പോയിൻറ്റ് ലോവർ ചെയ്യും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വാട്ടർ ഫ്രീസ് ചെയ്യുക 0°C. അതൊരു സാൾട്ടിൻ്റെ പ്രസൻസിൽ അങ്ങനെ 0°C ഫ്രീസ് ചെയ്യില്ല. അപ്പോൾ വാട്ടറിൻ്റെ ഫ്രീസിങ് പോയിൻറ്റിന് ഡിപ്രഷൻ സംഭവിക്കുകയാണ്. എപ്പോൾ ഒരു സൊല്യൂട്ടിൻ്റെ ഡിസൊല്യൂഷൻ കാരണം. ജനറലായിട്ട് പറയുകയാണെങ്കിൽ ഒരു സൊല്യൂഷൻ ഫ്രീസ് ചെയ്യുക അതിൻ്റെ കറസ്പോണ്ടിങ് സോൾവെൻറ്റ് ഫ്രീസ് ചെയ്യുന്ന ടെമ്പറേച്ചറിനേക്കാളും താഴെയുള്ള ടെമ്പറേച്ചറിലാണ്. ഈ ഒരു ഫിനോമിന, അതായത് സൊല്യൂട്ടിൻ്റെ അഡീഷൻ കാരണം സോൾവെൻറ്റിൻ്റെ ഫ്രീസിങ് പോയിൻറ്റിൽ വരുന്ന ഡിപ്രഷൻ, ആ ഒരു ഫിനോമിനയാണ് ഈ ക്രയോസ്കോപ്പി എന്ന് പറഞ്ഞ ടെക്നിക്കിൽ ഉപയോഗിക്കുന്നത്. ദെൻ ദി എക്സ്റ്റെൻറ്റ് ഓഫ് ഫ്രീസിങ് പോയിൻറ്റ് ഡിപ്രഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്പർ ഓഫ് സൊല്യൂട്ട് മോളിക്യൂൾസിനെയാണ് ഡിസോൾവ് ചെയ്തിട്ടുള്ള പെർ യൂണിറ്റ് വോളിയം. അതുപോലെ തന്നെ അത് സൈസിനെയോ സൊല്യൂട്ട് മോളിക്യൂളിൻ്റെ നേച്ചറിനെയോ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ക്രയോസ്കോപ്പിക് മെത്തേഡ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് MN⁻, അതായത് നമ്പർ ആവറേജ് മോളിക്കുലാർ വെയിറ്റ് ആണ് കിട്ടുക. ഇനി ഫ്രീസിങ് പോയിൻറ്റ് ഡിപ്രഷനെ നമ്മൾ ΔTF എന്ന് ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ അത് നമ്പർ ആവറേജ് മോളിക്കുലാർ വെയിറ്റും കോൺസെൻട്രേഷനും ആയിട്ട് റിലേറ്റ് ചെയ്യുന്നൊരു ഇക്വേഷൻ ഉണ്ട്. ΔTF/C = RTF²/ρ ΔHF 1/MN⁻ + Bc. ഇവിടെ C എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ, ρ ഡെൻസിറ്റി ഓഫ് സോൾവെൻറ്റ്, R യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ്, TF ഫ്രീസിങ് പോയിൻറ്റ് ഓഫ് സോൾവെൻറ്റ്, B എ കോൺസ്റ്റൻറ്റ് കാൾഡ് സെക്കൻഡ് വിരിയൽ കോഷ്യൻറ്റ്, ΔHF ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഓഫ് സോൾവെൻറ്റ്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഫ്രീസിങ് പോയിൻറ്റ് ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് പ്യുർ സോൾവെൻറ്റിൻ്റെയും അതുപോലെ തന്നെ ഡിഫറെൻറ്റ് കോൺസെൻട്രേഷനുള്ള ഡൈല്യൂട്ട് സൊല്യൂഷൻസ് ഓഫ് പോളിമർ സാമ്പിളിൻ്റെ ഫ്രീസിങ് പോയിൻറ്റ് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. അതിലൊരു മെത്തേഡിൽ നമ്മൾ സോൾവെൻറ്റിനെ സൊല്യൂഷനെയോ സൂപ്പർ കൂൾ ചെയ്യാണ്. ഏത് വരെ? അതിൻ്റെ ഫ്രീസിങ് പോയിൻറ്റിൻ്റെ 5°C താഴെ വരെ. ദെൻ ഇങ്ങനെ സൂപ്പർ കൂൾ ചെയ്ത ലിക്വിഡിനെ നമ്മൾ സ്റ്റിർ ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് ഫ്രീസ് ചെയ്യാൻ തുടങ്ങും. ഒരു ടെമ്പറേച്ചർ റൈസ് ചെയ്ത് കണ്ട് ദെൻ ഒരു മാക്സിമത്തിലെത്തും. അതിനുശേഷം അത് ഡ്രോപ്പ് ഡൗൺ ചെയ്യാൻ തുടങ്ങും. ഇങ്ങനെ അറ്റൈൻ ചെയ്തിട്ടുള്ള ആ ഒരു മാക്സിമം ടെമ്പറേച്ചറാണ് ഫ്രീസിങ് പോയിൻറ്റ്. അപ്പോൾ നമുക്ക് സോൾവെൻറ്റിൻ്റെയും ഡിഫറെൻറ്റ് കോൺസെൻട്രേഷനുള്ള സൊല്യൂഷൻ്റെയും ഫ്രീസിങ് പോയിൻറ്റ് കിട്ടും. അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ΔTFും കാണാൻ പറ്റും. ഈ ഡാറ്റ ഉപയോഗിച്ചിട്ട് നമുക്കൊരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യാം. ΔTF/C വേഴ്സസ് C അവിടെ ഇൻഫിനിറ്റ് ഡൈല്യൂഷനിലേക്ക് ദെൻ എക്സ്ട്രാപ്ലേറ്റ് ചെയ്യുക, അതായത് 0 കോൺസെൻട്രേഷനിലേക്ക്. ആ ഒരു ഓർഡിനേറ്റ് ഇൻ്റർസെപ്റ്റിൽ നിന്നും നമുക്ക് MN⁻ കണ്ടെത്താം ബൈ യൂസിങ് ΔTF/C where C tends to 0 which is equal to RTF²/ρ ΔHF × 1/MN⁻. ഈ ഒരു മെത്തേഡിൻ്റെ ഡ്രോബാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ടെമ്പറേച്ചർ മെഷർ ചെയ്യുമ്പോൾ അവിടേക്ക് എറർ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ആ ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇൻ ദ ഓർഡർ ഓഫ് 0.001°C ആണ്. അപ്പോൾ ഈ ഒരു ടെക്നിക്കിന് നമുക്ക് ഹൈ പ്രിസിഷൻ ടെമ്പറേച്ചർ സെൻസേഴ്സ് തന്നെ വേണം. പിന്നെ ഈ ഇക്വേഷൻ തന്നെ നമുക്ക് മനസ്സിലാവും MN⁻ കൂടുകയാണെങ്കിൽ ΔTF കുറയാണ്. അപ്പോൾ നമുക്ക് അക്യുറസിയോട് കൂടിയിട്ടുള്ള ഒരു മെഷർമെൻറ്റ് അവിടെ ഡിഫിക്കൽറ്റിയാണ്. പിന്നെ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് മോളിക്കുലാർ വെയിറ്റ് അപ് ടു 30,000 വരെ നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും.